ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വോട്ടെടുപ്പിന് ഇനി ഒരു മാസം, അടുത്ത മാസം 26-ന് ഒറ്റഘട്ടമായാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ് നടക്കുന്നത്. മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായതോടുകൂടി ഇനിയുള്ള ദിവസങ്ങൾ കാടിളക്കിയുള്ള പ്രചരണത്തിനാകും സംസ്ഥാനം സാക്ഷിയാവുക. ആറ്റിങ്ങലിൽ നിന്ന് ആദിൽ പാലോട്, വയനാട് നിന്നും ദീപക് മോഹൻ, ഇടുക്കിയിൽ നിന്ന് സന്ദീപ് രാജക്കാട്, അഭിലാഷ് എന്നിവരാണ് നമ്മോടൊപ്പം ചേരുന്നത്. ആദിൽ പാലോട്, ആറ്റിങ്ങലിലെ വലിയ ത്രികോണ മത്സരം. കേന്ദ്രമന്ത്രി, സിറ്റിംഗ് MP, സിറ്റിംഗ് MLA എന്നിങ്ങനെ പ്രധാനപ്പെട്ട പാർലമെന്ററി സ്ഥാനങ്ങൾ വഹിക്കുന്നവർ തന്നെയാണ് ആറ്റിങ്ങലിൽ മത്സരിക്കുന്നത്. NDAക്ക് വേണ്ടി കേന്ദ്രമന്ത്രി V മുരളീധരൻ ഇറങ്ങുമ്പോൾ LDFന് വേണ്ടി CPMന്റെ ജില്ലാ സെക്രട്ടറി പദവി വഹിച്ചിരുന്ന V ജോയിയാണ് എത്തുന്നത്. അടൂർ പ്രകാശ് MP തന്നെ സിറ്റിംഗ് MP വീണ്ടും മത്സരിക്കുന്നു എന്നതാണ്. ഈ മുതിർന്ന നേതാക്കളായതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളിലൂടെയാണ് കാര്യങ്ങൾ പ്രചരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ തന്നെ അടൂർ പ്രകാശാണ് വെടിപൊട്ടിച്ചത്. അടൂർ പ്രകാശിൻ്റെ ആരോപണം V ജോയ് ജാതി മാറ്റിപ്പറഞ്ഞ് ചിലയിടങ്ങളിൽ CSI വിശ്വാസിയാണെന്ന് പറഞ്ഞ് പ്രചരണം നടത്തി വോട്ട് പിടിക്കുന്നു എന്നുള്ളതാണ്. അതിന് തിരിച്ചടിച്ച് മറുപടി നൽകി V ജോയ്. അതിന് പിന്നാലെ മറ്റൊരു ആരോപണം V ജോയ് ഉന്നയിച്ചത് അടൂർ പ്രകാശ് മദ്യവും പണവും ഒഴുക്കി കോളനികൾ കയറി വോട്ട് പിടിക്കുന്നു, ഇനി അങ്ങനെ ഉണ്ടായാൽ പ്രത്യാഘാതമുണ്ടാകും എന്ന മുന്നറിയിപ്പായിരുന്നു. അതിനും മറുപടി വന്നു. ഇത്തരത്തിൽ ഈ രൂപത്തിലുള്ള വാദപ്രതിവാദങ്ങളിലൂടെ അടിക്ക് തിരിച്ചടി എന്ന രൂപത്തിൽ വാഗ്വാദങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രചരണ രംഗം എന്നുള്ളതാണ്. ഇതിനൊപ്പം തീരദേശ മേഖല വളരെ വിശാലമായൊരു മണ്ഡലമാണ്. വർക്കല മുതൽ വിതുര, നെടുമങ്ങാട് വിതുര വരെ വളരെ ദീർഘമായൊരു ദൂരം ഈ മണ്ഡലത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മേഖലകളൊക്കെ കേന്ദ്രീകരിച്ചുള്ള പ്രചരണ പരിപാടികൾ നടക്കുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായൊരു വിവാദമാണ് ഇപ്പോഴുള്ള നിലവിൽ മണ്ഡലത്തിൽ ചർച്ചാ വിഷയം. വർക്കല ഭാഗത്ത് V മുരളീധരൻ്റെ പ്രചരണ ബോർഡിൽ വിഗ്രഹത്തിൻ്റെ കൂടി ചിത്രം വെച്ചു എന്ന് ആരോപണം ഉന്നയിച്ച് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ് LDF. അതിൽ കൂടുതൽ ആ വിഷയം സജീവ ചർച്ചയാക്കാനുള്ള ശ്രമം LDF നടത്തുകയും ചെയ്യുന്നുണ്ട്. അത് സംബന്ധിച്ചൊരു ഇലക്ഷൻ കമ്മിറ്റി, LDFൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പത്രസമ്മേളനം തന്നെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ വാദപ്രതിവാദങ്ങളിലൂടെ രാഷ്ട്രീയ വിഷയങ്ങളിലൂടെ ചർച്ചകൾ സജീവമായി നടക്കുന്നു. അടുത്ത ഘട്ടം സ്വാഭാവികമായും നികേഷ് പറഞ്ഞതുപോലെ കാട് ഇളക്കി മറിച്ചുള്ളൊരു പ്രചരണമാണ്. അതിലേക്ക് മുന്നണികൾ കടക്കുകയാണ്. നികേഷ്, ആദിൽ പാലോടാണ് ആറ്റിങ്ങലിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ